മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്ക് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 158ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ കാന്താറിസ് എന്ന അധ്യായത്തിൻ്റെ 3ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കാന്താരിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തനത് ലക്ഷണങ്ങളായ പൊള്ളൽ, ചൂട് എന്നിവയെ സംബന്ധിച്ച് ചില ശാരീരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ കണ്ടുതരുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. ഡിസയർ ഫോർ സ്റ്റൂൾ വൈൽ യൂറിനേറ്റിംഗ്, മൂത്രമൊഴിക്കുമ്പോൾ മലശോധനയ്ക്കുള്ള തോന്നൽ. The patient will sit on the commode with violent tenesmus to pass urine and stool. Feels that if he could only pass a few more drops of urine or little more bloody stool, he would get relief. But no relief comes. അപ്പോൾ ടോയ്ലറ്റിൽ പോയി അല്പം കൂടി മൂത്രം പോയാൽ, അല്പം കൂടി മലം പോയി കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് പേഷ്യൻ്റ് വിചാരിക്കും. പക്ഷേ അതുകൊണ്ട് ഗുണമില്ല. അതാണ് ഈ ടെനസ്മസ് എന്ന് പറയുന്നൊരവസ്ഥ. ശോധന നടത്തി, മൂത്രം പോയി, മൂത്രശോധനയോ മലശോധനയോ നടന്നു, പക്ഷേ ആ തോന്നൽ എംറ്റി ആയി എന്നുള്ള തോന്നൽ വരുന്നില്ല. അത് കാന്താറിസിൽ ഉണ്ട്. മലം, രക്തം കലർന്ന മലം വരാം. ഓൾ ദ പാർട്സ് ആർ ഇൻഫ്ലെയിംഡ് ആൻഡ് ഓൺ ഫയർ. ഇൻഫ്ലെയിംഡ് ആൻഡ് ഓൺ ഫയർ, ഇൻഫ്ലമേഷൻ എന്നുള്ള വാക്ക് വന്നത് തന്നെ ഫയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫ്ലെയിം, സെറ്റ് അണ്ടർ ഫ്ലെയിംസ് എന്നുള്ള ഇൻഫ്ലമേഷൻ എന്നുള്ള വാക്കിൻ്റെ ഉൽപ്പത്തി തന്നെ. ഇത് ഇൻഫ്ലമേഷൻ ആൻഡ് ഓൺ ഫയർ എന്ന് പറയുമ്പോൾ ഇരട്ടിച്ചു. ആ പൊള്ളലിൻ്റെ അനുഭവം കാന്താറിസിൽ എത്രമാത്രമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇൻഫ്ലെയിംഡ് ആൻഡ് ഫയർ ആൻഡ് ഓൺ ഫയർ എന്നുള്ള തീ പിടിച്ച പോലെ, തൊടുമ്പോൾ പോലെ, ഇൻഫ്ലെയിംഡ് പാർട്സ് തൊടുമ്പോൾ പോലും പൊള്ളുന്ന അനുഭവം. Tenesmus and urging not only when the bladder is empty, but often when the bladder is full. ബ്ലാഡർ, മൂത്രസഞ്ചി കാലിയായിരിക്കുമ്പോഴും നിറഞ്ഞിരിക്കുമ്പോഴും ഒക്കെ തോന്നലുണ്ട്. ത്രൂ ഔട്ട് അത് നിറഞ്ഞിരിക്കുന്നോ കാലിയാണോ എന്നത് പരിഗണിക്കാതെ തന്നെ മൂത്രശങ്ക. ഞാൻ നേരത്തെ പറഞ്ഞ ആ രോഗിണിക്ക് ആ ഒരവസ്ഥ, അവരുടെ ഏർലി സ്റ്റേജസിനെ കുറിച്ച് ഞാൻ അയൽവക്കത്തും മറ്റുമൊക്കെ അന്വേഷിച്ചപ്പോൾ, മകളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞ ലക്ഷണങ്ങളിൽ മറ്റൊന്ന് ഇതായിരുന്നു. എത്ര ഒന്നായി ഈ മൂത്രശങ്ക. മൂത്രം ഒഴിക്കാൻ നേരത്ത് യൂറിനലിൽ ഭയങ്കരമായ വേദന, ഭയങ്കര പൊള്ളൽ, അകപ്പാടെ പ്രയാസം, ഇടക്കിടക്ക് പോവും, ഇടക്കിടക്ക് മലം പോവും. മലത്തിലും മൂത്രത്തിലും രണ്ടിലും രക്തത്തിൻ്റെ അംശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഭയന്ന് പോയിരുന്നു. ആ സമയത്ത് ആ ഒരു അവസ്ഥ കേരളം മുഴുവൻ ഭീതിയിലാണ്ട ഒരു അവസ്ഥയാണ്. എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, ഒരു ധാരണയില്ല. മൂത്രത്തിൽ രക്തമുണ്ട്, മലത്തിൽ രക്തമുണ്ട്, പൊള്ളൽ, അവസാനം കിഡ്നി ഫെയിലർ ആകുന്നു, കടുത്ത പനി, പിച്ചുംപേയും പറയുന്നു, ബോധക്കേട് കാണിക്കുന്നു, ഈ ഭൂതങ്ങളെ കാണുന്നു, അങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം കെട്ടിക്കിടക്കുന്നു. പാസസ് നൺ ഓർ ഓൺലി എ ഡ്രോപ്പ് ഓർ ടു. ഒന്നുകിൽ മൂത്രം പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി പോകുന്നു. ഗൊണറിയിലൊക്കെ വരുന്ന രീതിയിൽ, ഞാൻ നേരത്തെ ഒരു ഔഷധത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗൊണറിയ പേഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു തുള്ളി പോവും. ഒരു പ്രയോഗം ഉണ്ട് അതിൽ, ഒരു സമുദ്രം മുള്ളാൻ തോന്നും, എന്നാൽ ഒരു തുള്ളി പോലും പോവില്ല. മഹാസാഹിത്യകാരനായ ബഷീർ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളെന്നുള്ള കഥയിൽ ഒരു ഗുണേറിയ രോഗിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ അങ്ങനത്തെ ഒരു സന്ദർഭം അറിയില്ല. ഒരു രഹസ്യമായിട്ട് വെച്ചിരുന്ന, ഗോപ്യമായിട്ട് വെച്ചിരുന്ന ഭയാനകമായ രോഗാവസ്ഥ ആ രോഗി കഥാകൃത്തിനോട് പറയുന്നതാണ്. ഒരു മുൻപടവക്കാരനാണ്. ഒരു സമുദ്രം മുള്ളാൻ തോന്നും, ഒരു തുള്ളി പോലും പോവില്ല, ഭയങ്കരമായ വേദന. പാസസ് നൺ ഓർ ഓൺലി എ ഡ്രോപ്പ് ഓർ ടു. അപ്പോൾ ഈ എലിപ്പിനി പോലുള്ള അവസ്ഥകളിലും ഉണ്ടായിരുന്നു, കൊടേറിലും ഉണ്ടാകാം. ഏതാണെങ്കിലും സിംപ്റ്റം ടോട്ടാലിറ്റിയോട് യോജിക്കുകയാണെങ്കിൽ രോഗത്തിൻ്റെ പേരെന്താണെങ്കിലും ശരി, കാന്താറിസ് അതിനെ സുഖപ്പെടുത്തും. അതുപോലെ മറ്റു ഔഷധങ്ങളും. വയലന്റ് ടെനസ്മസ് ഓഫ് ദ ബ്ലാഡർ, കട്ടിംഗ് പെയിൻസ് വിത്ത് ടെനസ്മസ്, മുറിക്കുന്ന പോലെ, കത്തി കൊണ്ട് മുറിക്കുന്ന പോലെ കട്ടിംഗ് പെയിൻസ്, പിയേഴ്സിങ് പെയിൻസ്, ലാൻസിനേറ്റിംഗ് പെയിൻസ്, എല്ലാം വേദനയുടെ ആ ഭയാനകതയെ അല്ലെങ്കിൽ രൂക്ഷതയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അത്തരം വേദന ഉണ്ടാകുന്നത്. ലാൻസിനേറ്റിംഗ്, സ്റ്റാബിംഗ് ലൈക്ക് നൈവ്സ് ഇൻ നെക്ക് ഓഫ് ബ്ലാഡർ,
മൂത്രാശയത്തിൻ്റെ നെക്കിൽ, കഴുത്തിൽ ഈ എല്ലാത്തരം വേദനകളും, കത്തിക്ക് കുത്തുന്നത്, കുന്തത്തിന് കുത്തുന്നത്, കീറി മുറിക്കുന്നത്, എല്ലാത്തരം വേദനകളും, ഒപ്പം പൊള്ളലും. പെയിൻ ഷൂട്ട് ഓഫ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. മറ്റൊരു ലക്ഷണമാണ്. വേദനകൾ ഒരു ഡയറക്ഷനിലല്ല, പല ദിശകളിലേക്ക് വേദനകൾ ഇങ്ങനെ മിന്നൽ പോലെ കീഴേക്ക്, വശങ്ങളിലേക്ക്, മുകളിലേക്കൊക്കെ വേദനകൾ. മിക്കവാറും ഈ ബ്ലാഡറിൽ, ഈ പിൻഭാഗത്ത് ഒക്കെയാണ് അന്ന് ആളുകൾ വേദന പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം പുതിയ രോഗാവസ്ഥകൾ, അജ്ഞാത രോഗങ്ങളൊക്കെ വരുമ്പോൾ ഹോമിയോപ്പതി സമൂഹം നേരിടുന്ന വെല്ലുവിളി, അന്നാണെങ്കിലും ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോഴാണെങ്കിലും വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ പനി, ശരീരം വേദന, അങ്ങനെയുള്ള ചില കോമൺ സിംറ്റംസ്, തലവേദന പറയുന്നല്ലാതെ നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് കിട്ടില്ല, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് വിദേശങ്ങളിലും മറ്റൊക്കെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. അവസാനം ഇവിടെ ഖത്തറിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അവർക്കവിടെ കോവിഡ് ബാധിച്ചു. അവിടെ നേഴ്സുമാരാണ് രോഗികളുമായിട്ട് ഇടപെടുന്നത്, ഡോക്ടർമാർ മാറിയിരിക്കുകയുള്ളൂ. ആ സ്ത്രീക്ക് വന്നിട്ട്, അപ്പോൾ അവർ എൻ്റെ സുഹൃത്തോടെ ഫോണിൽ സംസാരിച്ച് പറഞ്ഞൊരു കാര്യം, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു തോന്നൽ. അപ്പോൾ ശ്വാസം കിട്ടില്ല, ശ്വാസത്തിന് വേണ്ടിയുള്ള വെപ്രാളം, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കിട്ടിയിരുന്നു. നമ്മൾ ശ്രമിക്കണം. അന്നും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയോട് പറഞ്ഞ് പലതവണ അവിടെ ട്രെയിൻ ചെയ്ത് ഹോമിയോപ്പതിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ വരുത്തുക. കാരണം ഇത്തരം ലക്ഷണങ്ങളൊന്നും, പ്രത്യേകിച്ച് മാനസിക ലക്ഷണങ്ങൾ, ഭൂതങ്ങളെ കാണുന്നു, അജ്ഞാത ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആരും പരിഗണിക്കില്ല. അത് പനി വന്നപ്പോൾ അങ്ങനെ ഒരു പിച്ചുമ്പയും പറയുന്നു എന്ന് കരുതി തള്ളിക്കളയും. അപ്പോൾ ഈ അജ്ഞാത രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ട്രൂ സിംറ്റം ടോട്ടാലിറ്റി കിട്ടാൻ നമ്മൾ ശ്രമിക്കണം. അതിന് കിട്ടുന്ന സോഴ്സുകളിലൊക്കെ, പത്ര റിപ്പോർട്ടുകളിലും മീഡിയയിലും ഒന്നും വരില്ല. ഒന്നും അലോപ്പതി ഡോക്ടേഴ്സിന് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് കളക്ട് ചെയ്യില്ല. നമ്മളെ ആ വഴികളിൽ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി ജീവിതങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കോൺസ്റ്റന്റ് ടെനസ്മസ് ആൻഡ് ആങ്ഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ഫ്രൻസി കംസ് ഓൺ. അല്ലാത്ത ഉത്കണ്ഠയും ഒരു എന്താ പറയുക, ഫ്രൻസി ആയ ഒരു അങ്കലാപ്പും ഒക്കെ വന്നു ചേരുന്നു. മോസ്റ്റ് വയലന്റ് സഫറിങ് ആൻഡ് ഹി ഹാസ് അർജിങ് ടു പാസ് യൂറിൻ ആൻഡ് സ്റ്റൂൾ വിത്ത് സെക്ഷൽ ഇറത്തിസം ടാൻഡലൈസിങ് ഇൻ ദ എക്സ്ട്രീം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഫക്റ്റഡ് പാർട്സിൽ, ഇൻഫ്ലെയിംഡ് പാർട്സിലൊക്കെ അതുമായിട്ട് മനസ്സ് ബന്ധപ്പെടുന്നു, വരുന്നു. യൂറിനറി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സെക്ഷൽ തോട്ട്സും അതിൻ്റെ വയലൻസും ടാൻഡലൈസിങ് തോട്ട്സും ഒക്കെ വരുന്നു. ഒരു രോഗിയാണ്, പക്ഷേ മനസ്സങ്ങനെയാണ്, മനസ്സിൻ്റെ അവസ്ഥ അതാണ്. മലശോധനയും മൂത്രാശങ്കയും ഒക്കെ വരാൻ നേരത്ത് സെക്ഷൽ എറത്തിസിസം, ടാൻഡലൈസിങ് തോട്ട്സ്, അതൊക്കെ അതിൻ്റെ എക്സ്ട്രീമിലാണ് വരുന്നത്. ചെറിയ തോതിലൊന്നുമല്ല, എക്സ്ട്രീമിലാണ് വരുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് കിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ദ ഹോൾ യൂറിനറി ഓർഗൻസ് ആൻഡ് ജെനിറ്റൽസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് ഗാംഗ്രീൻ. യൂറിനറി ഓർഗൻസ് എല്ലാം ഗാംഗ്രീൻസ് കണ്ടീഷൻ, നീർവീക്കം വന്ന് പഴുത്ത് അതിൻ്റെ ആ ഭാഗം, കോശങ്ങളുടെ, കലകളുടെ ഒക്കെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ബേണിംഗ് വെൻ യൂറിനേറ്റിംഗ്, മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളൽ. ദിസ് ബ്ലഡി യൂറിൻ ബേൺസ് ലൈക്ക് ഫയർ ഇൻ ദ ബ്ലാഡർ ആൻഡ് എബൌട്ട് ദ ജെനിറ്റൽസ്. ഈ മൂത്രം, ഈ ബ്ലഡി യൂറിൻ, രക്തം കലർന്ന മൂത്രം ബ്ലാഡറിലും യൂറിനൽസിലും ഒക്കെ വല്ലാത്ത പൊള്ളലുണ്ടാകുന്നു. ബേൺസ് ലൈക്ക് ഫയർ, തീ പോലെ പൊള്ളലും. റിട്ടൻഷൻ ഓർ സപ്രഷൻ ഓഫ് യൂറിൻ, മൂത്രം കെട്ടിക്കിടക്കുകയോ സപ്രസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഇറ്റ് ഈസ് റെയർ ആർ വൺ സഫറിങ് ഫ്രം ഗൊണോറിയ ഹാസ് ദിസ് വയലന്റ് ഇൻഫ്ലമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൊണോറിയയിലാണ് ഇത് സാധാരണ വന്നുകൊണ്ടിരുന്നത് ഈ അവസ്ഥ. വിത്ത് ബേണിംഗ് ആൻഡ് ടെനസ്മസ് ഓഫ് ദ ബ്ലാഡർ ആൻഡ് റെക്ടം, ബട്ട് ഇൻ സച്ച് എ കേസ് ദിസ് റെമഡി ഈസ് ഇൻഡിക്കേറ്റഡ്. ടെനസ്മസിനോടൊപ്പം ബ്ലാഡറിലും റക്തത്തിലും ഒക്കെ ഈ പൊള്ളലുണ്ട്, കെട്ടിക്കിടക്കലുണ്ട്. ഗൊണോറിയയിൽ അത് വരാം, അവിടെയും നമുക്ക് കാന്താരസിന് പ്രയോഗമുണ്ട്. ദ ഇൻറ്റൻസിറ്റി ആൻഡ് റാപ്പിഡിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റെമഡി. അടിവരയിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രൂക്ഷതയും വേഗതയും, ആ വരുന്ന വേഗം, രോഗബാധ വരുന്നു, പനി വരുന്നു, മൂത്രത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, മരണത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം. ദിവസങ്ങൾക്ക് മരിച്ചു പോകുന്നു. ആശുപത്രിയിൽ പോയി അന്ന് കിട്ടുന്ന ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ, ലൈഫ് സപ്പോർട്ട് കിട്ടിയിട്ട് പോലും ആളുകൾ മരിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ രൂക്ഷതയും വേഗതയും അതാണ് കാന്താരസിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ. ഇത് ബ്രിങ്സ് ഓൺ പെയിൻ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. വേദനയും ഉത്തേജിതാവസ്ഥയും രൂക്ഷതയും വേഗതയും. ഫൗണ്ട് ഇൻ നോ അതർ റെമഡി
മറ്റൊരു മരുന്നിലും അത് കണ്ടെത്താൻ പറ്റില്ല. ഈ വേദനയും ഉത്തേജിതാവസ്ഥയും ശരീരത്തിലൊരു ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരുന്നു, മനസ്സ് അതുമായിട്ട് ലിങ്ക്ഡ് ആവുന്നു. ഒരു ഇൻവേഴ്സ് റിലേഷനാണ്, ഇൻവേഴ്സ് ആൻറ്റഗണിസ്റ്റിക് റിലേഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വേദനയും എക്സൈറ്റ്മെൻറ്റ് ഒരുമിച്ച് വരുന്നത്. അത് മറ്റൊരു മരുന്നിലും ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഗവേഷണ വിഷയമാണ്. കാന്താർസ് കേസ് എന്ന് പറയുന്നൊരു ഗവേഷണ വിഷയമാണ്. നെക്സ്റ്റ് ഇറ്റ് കംസ് മെർക്കുറി കോർ. മെർക്കുറി കോറാണ് ഇതിനോട് അല്പമെങ്കിലും അടുത്ത് വരുന്നത് സാധനം. ഇൻ ദ ഫീമെയിൽ ദർ ഈസ് ഓവർ സെൻസിറ്റീവ്നെസ് ഓഫ് ഓൾ പാർട്സ്. സ്ത്രീകളിൽ എല്ലാ അവയവങ്ങളിലും അമിതമായ സംവേദനക്ഷമത വരുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറീസ് ആൻഡ് യൂട്രസ്. അണ്ടാശയങ്ങളിലും ഗർഭാശയത്തിലും ഒക്കെ നീർവീക്കം വരുന്നു. ബേണിംഗ് ഇൻ ദ വജൈന. വജൈനയിൽ പൊള്ളൽ. മെംബ്രൈനസ് ഡിസ്മെനോറിയ. ആർത്തവമായിട്ട് ബന്ധപ്പെട്ട വേദന വളരെ ശക്തമാണ്. മെൻസസ് ടു ഏർലി, പ്രൊഫ്യൂസ്, ബ്ലാക്ക്. ആർത്തവം നേരത്തെ വരുന്നു, വല്ലാതെ വരുന്നു, കറുത്ത നിറത്തിൽ വരുന്നു. ആർത്തവ സംബന്ധമായ, ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആർത്തവ സംബന്ധമായ ഒരു ലക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ അത് എന്നാലാകുന്ന തരത്തിൽ ആ ചേച്ചി വഴിയൊക്കെ അന്വേഷിച്ച് നോക്കി. പക്ഷെ ഒന്നും ആരും ഒന്നും ശ്രദ്ധിച്ചില്ല. അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം കിട്ടിയേനെ. പ്യൂർപ്പറൽ കൺവൾഷൻസ്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയിലുണ്ടാകുന്ന വലിച്ചു കോച്ചലുകൾ. റിട്ടൈൻഡ് പ്ലാസൻ്റ. പ്ലസൻ്റ പോകാതെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. ബേണിംഗ് പെയിൻസ്. അപ്പോൾ കാന്താരസിൻ്റെ ലക്ഷണങ്ങളോടുകൂടി പ്ലാസൻ്റയുടെ റിട്ടൻഷൻ വന്നു കഴിഞ്ഞാൽ, പ്യൂർപ്പറൽ കൺവൾഷൻസ് വന്നു കഴിഞ്ഞാൽ കാന്താരസ് ഹീൽ ചെയ്യും. സ്ത്രീകളുടെ ഒരു ഉത്തമ സുഹൃത്താണ് കാന്താരസ്. ബേണിംഗ് പെയിൻസ്. When there have been no expulsive pains present to expel the afterbirths, the symptoms running all through this remedy, after it has been given, normal contractions of the uterus have come on with expulsion of the membranes. സാധാരണ വരുന്നൊരവസ്ഥ കാന്താരസിൻ്റെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പൊള്ളലും റാപ്പിഡിറ്റിയും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ കാന്താരസ് ഇത് വരുന്നു, മസ്കുലർ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു, എക്സ്പ്രഷൻ സംഭവിക്കുന്നു. വയലന്റ് ലാൻസിനേറ്റിംഗ് പെയിൻസ് ത്രൂ ദ കിഡ്നീസ് ആൻഡ് ബാക്ക്. വൃക്കകളിലൂടെ, പിൻഭാഗത്തൂടെ, മുതുകിലൂടെയൊക്കെയുള്ള കുന്തം കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദനകൾ. പെയിൻസ് ഇൻ ദ ലോയിൻസ്. അരക്കെട്ടിൽ വേദന, കിഡ്നീസിൽ വേദന, അടിവയറ്റിൽ വേദന. പെയിൻസ് ഓൺ യൂറിനേറ്റിംഗ് സോ ദാറ്റ് ഹി മോൺഡ് ആൻഡ് സ്ക്രീംഡ് ഓൺ പാസിങ് എ ഡ്രോപ്പ്. അത് കണ്ടില്ലേ, ആ മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന കാരണം മോങ്ങുകയും അലറിക്കരയും ചെയ്യുന്നു. ചിലർ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് ചിലരിങ്ങനെ മോങ്ങുന്ന പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയും, ചിലർ അലറിക്കരയും. എല്ലാത്തരം കരച്ചിലും വേദനയും എല്ലാം കാന്താരസ് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ശക്തമായ വിലപ്പെട്ടൊരു ഔഷധമാണ് കാന്താരസ് എന്ന്. കാന്താരസിനെ അതിൻ്റെ ഫുൾ സ്കോപ്പ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ നിങ്ങൾ പരിശീലിക്കണം, പഠിക്കണം. ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു ഔഷധമാണത്. ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്തതുപോലെ നമുക്ക് ആ നർക്കോട്ടിക് ഗ്രൂപ്പിലേക്ക് പോകാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കോഫിയ എന്ന അധ്യായം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇതുവരെ ഈ പരമ്പര വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുമൊക്കെ പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.